മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള രണ്ട് സാധനമാണ് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ, അല്ലേ? ഈ ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് മെത്തേഡുകൾ ഉപയോഗിക്കും. ഒന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, രണ്ടാമത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ ചോദ്യം എങ്ങനെ വരും? ഫൈൻഡ് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ, അങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. ഫൈൻഡ് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ഫൈൻഡ് ലോക്കൽ മിനിമ, അങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചോളണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ സ്റ്റെപ്സ് ഞാൻ എഴുതി തരാം. വളരെ സിമ്പിൾ ആണ്. അതേ നോക്കിക്കോ. അതായത് ആദ്യം തന്നെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, കേട്ടല്ലോ. ഇനി ഇതിന്റെ പേര് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നല്ലേ. അപ്പോ ആദ്യം ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, f'(x). രണ്ടാമത് ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കണ്ടുപിടിച്ചു, രണ്ടാമത് എന്ത് ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇതിന് ഒന്നൂര് ഡെറിവേറ്റീവ് എടുക്കുക, f'(x) എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാകും, അതിന് ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുക, വീണ്ടും ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുക. ഇതെടുത്തു കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇല്ലേ, f'(x), ആ f'(x) 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടും. എന്താണ്? f'(x) വേണം ഇക്വേറ്റ് ചെയ്യാൻ, f' അല്ല കേട്ടാ. f'(x) 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിൽ ഒന്നെങ്കിൽ മാക്സിമ ഉണ്ടാവും, അല്ലെങ്കിൽ മിനിമ ഉണ്ടാവും. അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കലാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മാക്സിമയാണോ മിനിമയാണോ എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്താണ്? മാക്സിമയാണോ മിനിമയാണോ എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളിവിടെ കണ്ടുപിടിച്ച പോയിന്റ് ഇല്ലേ, x = a, ആ പോയിന്റ് കൊണ്ടുവന്ന് f'(x) അകത്ത് ഇട്ട് കൊടുക്കും. എന്താണ്? f'(x) പകരം ഇട്ട് കൊടുക്കും. ഇപ്പൊ 5 ആണെങ്കിൽ f'(5) കണ്ടുപിടിക്കും, 8 ആണെങ്കിൽ f'(8) കണ്ടുപിടിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ f'(x) പകരം f', നമ്മളുടെ പോയിന്റ് ഏതാണോ a, അതിട്ട് കൊടുക്കും. ആ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 3 കണ്ടീഷൻസ് വരാം. ശ്രദ്ധിച്ചോളണം. 3 കണ്ടീഷൻസ് വരാം. 1 പോസിറ്റീവ് ആകാം, 2 നെഗറ്റീവ് ആകാം, 3 0 ആകാം. എന്താണ്? ആ പോയിന്റ് കൊണ്ടുവന്ന് f'(x) ഇട്ട് കൊടുത്താൽ ഒന്നെങ്കിൽ പോസിറ്റീവ് വരാം, അല്ലെങ്കിൽ നെഗറ്റീവ് വരാം, അല്ലെങ്കിൽ 0 വരാം. കേട്ടല്ലോ. പോസിറ്റീവ് വന്നാൽ മാക്സിമം ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അല്ല, അത് തിരിച്ചാലോചിച്ചോളാം. പോസിറ്റീവ് വന്നാൽ അവിടെ മിനിമം ആയിരിക്കും. എന്താണ്? പോസിറ്റീവ് വന്നാൽ ആ പോയിന്റിൽ മിനിമം ആയിരിക്കും. ഇനി അതുപോലെ നെഗറ്റീവ് വന്നാൽ ആ പോയിന്റിൽ മാക്സിമം ആയിരിക്കും. 0 വന്നാൽ ഈ ടെസ്റ്റ് ഇവിടെ ഫെയിലായി. ടെസ്റ്റ് ഫെയിലായി. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്തോളാം. കേട്ടല്ലോ. ഇനി ഇങ്ങനെ പോസിറ്റീവോ നെഗറ്റീവോ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ കണ്ടുപിടിക്കാൻ ഈ നമുക്ക് ഇവിടെ കിട്ടിയ പോയിന്റ് ഇല്ലേ, x = a. ഏതാണ് പോയിന്റ്? x = a എന്ന് പറയുന്ന പോയിന്റ്. അത് f'(x) ഇട്ട് കൊടുത്തോളാം. ഓർഡറും ശ്രദ്ധിച്ച്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ ഫംഗ്ഷൻ, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റിലാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം നോക്കേണ്ടത്. ആ പോയിന്റ് കൊണ്ടുപോയി f'(x) ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, 0 വരാം. പോസിറ്റീവ് വന്നാൽ മിനിമം, നെഗറ്റീവ് വന്നാൽ മാക്സിമം, 0 വന്നാൽ ടെസ്റ്റ് ഫെയിലായി, അവിടെ കൊണ്ട് നിർത്താം. ഇനി മാക്സിമം അല്ലെങ്കിൽ മിനിമം വന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ പോയിന്റ് കൊണ്ടുപോയി f'(x) ഇട്ട് കൊടുക്കണം.
സിമ്പിൾ കേട്ടല്ലോ. ഇതാണ് സ്റ്റെപ്പ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് സംശയം അങ്ങോട്ട് മാറിക്കോളും. ഇതേ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ. ഫൈൻഡ് ദ ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ, ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 യൂസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഓക്കെ അല്ലേ? തുടങ്ങാം. വളരെ സിമ്പിൾ ആയിട്ട് തുടങ്ങാം. അപ്പൊ ഞാൻ സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സ്റ്റെപ്പ് കൂടി എഴുതി പോവേ. ആദ്യം നമ്മളോട് പറഞ്ഞത് എന്താണോ നമ്മുടെ ഫംഗ്ഷൻ അതെടുത്ത് എഴുതണമെന്നായിരുന്നു പറഞ്ഞത് അല്ലെ? അപ്പൊ എന്താണ് നമ്മളുടെ ഫംഗ്ഷൻ, അതെടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. ഓക്കെ അല്ലേ? സെറ്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, എഫ് ഡാഷ് എക്സ് എടുക്കുക. അപ്പൊ പറ, രണ്ടാമത് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്, എഫ് ഡാഷ് എക്സ് എടുക്കുകയാണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 4 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 3 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ എത്രയാണ്? 2x മൈനസ് 4 ഇൻറ്റു 1 4. ഇത്രേ ഉള്ളൂ. സിമ്പിൾ കേട്ടല്ലോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇതിനെ ഒരു തവണ കൂടി ഡെറിവേറ്റീവ് എടുക്കുക, എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ അതേ മൂന്നാമത്തെ സ്റ്റെപ്പ് എടുത്തു. വളരെ സിമ്പിൾ. ഇതിനെ ഒരു തവണ കൂടി ഡെറിവേറ്റീവ് എടുക്കടാ, 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 4 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0. അപ്പൊ 2 മൈനസ് 0 ആൻസർ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. 3 സ്റ്റെപ്പായി. നാലാമത്തെ സ്റ്റെപ്പ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനാണ്. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനായിരുന്നു. എങ്ങനെയായിരുന്നു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്? ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ ആ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടും. അത്രേ ഉള്ളൂ. എഫ് ഡാഷ് എക്സ് എന്തായിരുന്നു? ഈ സാധനം. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പായിട്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്നെടുത്തു. എഫ് ഡാഷ് എക്സ് എത്രയാണ്? 2x മൈനസ് 4 അത് ഈക്വൽ ടു 0 എന്നെടുക്കുക. 2x മൈനസ് 4 ഈക്വൽ ടു 0. ഇതിന്റെ അകത്ത് നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിന് ഈ -4 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ 2x ഈക്വൽ ടു 0 പ്ലസ് 4 എന്നാവും. അപ്പൊ 2x ഈക്വൽ ടു 4 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു ഈ 2 അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്തു. 4/2 ആൻസർ എത്ര കിട്ടി? 2. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയടാ? 2 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. സിമ്പിൾ. അപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. അടുത്തത് എന്താണ്? മാക്സിമയാണോ മിനിമയാണോ നോക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ് എഫ് ഡബിൾ ഡാഷ് എക്സിൽ ഇട്ട് കൊടുക്കണം. എഫ് ഡബിൾ ഡാഷ് എക്സിൽ ഇട്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ മിനിമ, നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമ, 0 ആണെങ്കിൽ ഫെയിൽ, ടെസ്റ്റ് ഫെയിൽ ആവും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തെടുത്തു? അടുത്ത സ്റ്റെപ്പില് എഫ് ഡബിൾ ഡാഷ് എക്സ് കൊണ്ടുവന്ന് വെച്ചു. എഫ് ഡബിൾ ഡാഷ് എക്സ് എത്രയാണ്? 2. അതിൻ്റെ അകത്ത് എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. എക്സ് ഇല്ല ഇട്ട് കൊടുക്കാൻ. അപ്പൊ എന്ത് ഇട്ട് കൊടുത്താലും ഇതിന്റെ വാല്യൂ, ഇപ്പൊ എഫ് ഡബിൾ ഡാഷ് 2 ഇട്ട് കൊടുത്താലും ആൻസർ എത്ര തന്നെ വരുള്ളൂ? ഈ 2 തന്നെ വരുള്ളൂ. ഇതൊരു പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇതെന്താണ്? മിനിമയാണ്. എന്താണ്? മിനിമയാണ്. പോസിറ്റീവ് വന്നാൽ എന്താണ്? മിനിമ. അപ്പൊ നമ്മൾ എഴുതും എന്താണ്? നമ്മുടെ പോയിന്റ് ഏതാ? എക്സ് ഈക്വൽ ടു 2 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. സിമ്പിൾ. ഇനി നമ്മൾ പറഞ്ഞു ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ ശ്രദ്ധിച്ചോ, ലാസ്റ്റ് സ്റ്റെപ്പ്, ആറാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തെഴുതുക. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 അല്ലെ? ഇനി എന്ത് ചെയ്യുക? ആ എക്സിന് പകരം എന്താണോ നമ്മുടെ പോയിന്റ് അതിട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരുവാ? എഫ് ഓഫ് 2 ഈക്വൽ ടു പറ 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 പ്ലസ് 3. അപ്പൊ എത്രയാണ്? 4 മൈനസ് 8 പ്ലസ് 3. ആൻസർ 4 മൈനസ് 8 എത്രയാണ്? -4 പ്ലസ് 3. ആൻസർ -1. അപ്പൊ മിനിമം വാല്യൂ എത്ര വന്നു? -1. അപ്പൊ അതുകൂടി എഴുതിയേക്കാം. എന്താണ്? മിനിമം വാല്യൂ ഈക്വൽ ടു -1. സിമ്പിൾ. കേട്ടല്ലോ? അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുത്ത് എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. തേർഡ് സ്റ്റെപ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അടുത്തത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന
ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും, ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും, ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. ആ പോയിന്റ് കൊണ്ടുപോയി എഫ് ഡബിൾ ഡാഷ് എക്സിന്റെ അകത്തിട്ട് കൊടുക്കുക. അതായത് എഫ് ഡബിൾ ഡാഷ് എ കണ്ടുപിടിക്കുക. അത് പോസിറ്റീവ് ആണെങ്കിൽ മിനിമ, നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമ, 0 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിലായി. ഇനി വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിന്റെ അകത്ത് കൊണ്ടുപോയി ആ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. സിമ്പിൾ, വളരെ സിമ്പിൾ.